അതുകൊണ്ട് എൻ്റെ ഇബാദത്തിൻ്റെ കാരണം കൊണ്ട് എന്നെ എവിടെ കടത്തണോ? സ്വർഗത്തിൽ. അള്ളാഹ് പറഞ്ഞെന്നാൽ എൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ കടത്ത്. രണ്ടാമതും പറഞ്ഞു, അപ്പോഴും പറഞ്ഞു എൻ്റെ ഇബാദത്ത് പരിശോധിക്കണം. മൂന്നാമതും പറഞ്ഞു, നീ അധികം കുഴപ്പമൊന്നാക്കാൻ നിൽക്കണ്ട മോനെ, എൻ്റെ റഹ്മത്ത് കൊണ്ട് നീ കടന്നോ? അപ്പോഴും പറഞ്ഞു, ഇല്ല, എൻ്റെ ഇബാദത്തൊന്ന് നോക്കണം. അള്ളാഹു ഉടനെ പറയുകയാ, മലക്കുകളെ വിളിച്ചിട്ട്, ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യന് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ പെട്ട ഒന്നാ ഇവർക്ക് ഞാൻ കൊടുത്ത കണ്ണിനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ 2 കണ്ണുണ്ട്, കണ്ണിന് കാഴ്ചയുണ്ട്. എന്നാൽ ആ കണ്ണാകുന്ന ഞാൻ കൊടുത്ത അനുഗ്രഹമുണ്ടല്ലോ, ആ അനുഗ്രഹത്തെ നിങ്ങളൊന്നെടുക്കണേ. എന്നിട്ട് ആ കണ്ണിന് ശുക്റായിട്ട് ഇദ്ദേഹം ചെയ്ത അമലുണ്ടോ എന്ന് പരിശോധിക്കണേ. 500 കൊല്ലക്കാലം ചെയ്ത ഇബാദത്തെടുത്തിട്ട് ഈ കണ്ണിന് ശുക്റായിട്ട് നന്ദിയായിട്ട് ഇവൻ അമൽ ചെയ്തിട്ടുണ്ടോ എന്ന് പരീക്ഷിച്ചിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ 500 കൊല്ലത്തെ ഇബാദത്ത് വെച്ചിട്ടും എന്തിൻ്റെ ശുക്റായിട്ടില്ല? എന്തിൻ്റെ ശുക്റായിട്ടില്ല? കണ്ണ്, അള്ളാഹ് തന്ന കണ്ണിൻ്റെ ശുക്റായിട്ടില്ല. ഉടനെ അല്ലാഹു പറയുന്ന സബാനിയാക്കളായ മലക്കുകളോട്, ഇവനെ നരകത്തിലേക്ക് കൊണ്ടുപോകണേ. ഇവൻ ഞാൻ കൊടുത്ത നിഅമത്തിന് പൂർണ്ണമായിട്ട് നന്ദി ചെയ്യാത്തവനാ. അവസാനം അവനെ നരകത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അവൻ അവിടെ നിന്ന് നിലവിളിക്കുമത്രേ, അല്ലാഹുവേ, എന്നിൽ നിന്ന് സംഭവിച്ച തെറ്റാണ്, ഞാനങ്ങനെ പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ട് എനിക്ക് നീ സ്വർഗം നൽകണമല്ലാ. ഇതങ്ങ് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു, എന്നാൽ പിന്നെ എനിക്ക് ആദ്യം തന്നെ അങ്ങനെ പറഞ്ഞാൽ പോരെ, മതി. എന്നാൽ എനിക്ക് കാര്യം മനസ്സിലായിന്, എൻ്റെ റഹ്മത്ത് കൊണ്ട് അവനെ എവിടെ കടത്തു? മലക്കുകളെ സ്വർഗത്തിലേക്ക്. അങ്ങനെ അവരെ അള്ളാഹ് സ്വർഗത്തിൽ കടത്തുന്ന. ചുരുക്കി പറഞ്ഞ, സ്വർഗത്തിൽ കടക്കാൻ വരെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്ത അമല് കൊണ്ട് നടക്കുന്നാരും വിചാരിക്കേണ്ട. പിന്നെ ആരെ റഹ്മത്ത് വേണം? അള്ളാൻ്റെ റഹ്മത്ത് വേണം. ആ റഹ്മത്തുണ്ടാകുമ്പോഴേ റഹ്മത്തിലൂടെ റഹ്മാനിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. നമുക്കറിയാം, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്.